ബസന്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള ഒരു ട്രീറ്റിയാണ് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിലൊരു ശക്തമായൊരു നിലപാട് ഇന്ത്യ എടുക്കുമ്പോൾ അതൊരു സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുന്ന ഒരു നടപടികളിലേക്ക് പോവുകയാണോ? കാരണം ഇന്നിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ. അവർ എടുത്ത അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നയതന്ത്ര തലത്തിൽ എടുക്കാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ശക്തമായ രീതിയിൽ പാകിസ്ഥാനും നൽകാവുന്ന പ്രതികരണങ്ങൾ, ആഘാതങ്ങൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നിലവിലെ സൗഹാർദ്ദമായിട്ടുള്ള വളരെ പരിമിതമായ സൗഹാർദ്ദമായിട്ടുള്ള അന്തരീക്ഷം അതൊക്കെ സ്റ്റക്ക് ചെയ്യുക, ഒരു സ്തംഭനം അവിടെ ഉണ്ടാക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ബസന്ത്, പ്രതീക്ഷ, ഈ സിന്ധു നദീജല കരാർ 1960 കറാച്ചിയിൽ ഒപ്പിട്ടതാണ്. ലോക ബാങ്കിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അവരുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട ഒരു കരാറാണ്. പ്രധാനമായും ഈ നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചിനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിക്കുന്നു. എങ്ങനെയാണ് ഇത് പങ്കുവെക്കുന്നു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പല വ്യവസ്ഥകളുമുണ്ട്. ഇത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുകയോ പുതുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കാലാവസ്ഥാ വ്യതിയാനവും മറ്റു ചില കാരണങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി കരാർ പുതുക്കേണ്ടതാണെന്ന അഭിപ്രായം നിലവിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴത്തെ ഒരു കരാർ പ്രകാരമാണെങ്കിൽ ഇന്ത്യക്ക് 20% വെള്ളം മാത്രമേ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. ഇന്ത്യയാണ് അതിലെ ഏറ്റവും ഇന്ത്യക്കും ടിബറ്റുണ്ട്. പക്ഷേ ടിബറ്റ് ചൈനയുടെ നിയന്ത്രണത്തിലായതിനാൽ ചൈനയാണ് ഇതിലെ ഒരു അപ്പർ റൈപ്പറിനായിട്ട് വരുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഈ ഒരു നദീജല കരാർ മരവിപ്പിക്കുമ്പോൾ അത് പാകിസ്ഥാന് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ CCS ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസന്ത്? കാരണം കൂടുതലായ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അനുബന്ധമായ മറ്റ് ചോദ്യങ്ങളോ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ, ഇനിയുള്ള ചർച്ചകൾ സംബന്ധിച്ച് ഇപ്പോൾ നയതന്ത്ര തലത്തിലുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. ഇനിയുള്ള മറ്റ് മീറ്റിങ്ങുകൾ മറ്റെന്തെങ്കിലും ചേരുന്നുണ്ടോ ഈ രാത്രിയിൽ? ഇനി ഇതുമായി ബന്ധപ്പെട്ട യാതൊരു മീറ്റിങ്ങുകളും ഇല്ല. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉന്നതതല യോഗം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യഥാർത്ഥ വാചകങ്ങൾ ഇതാണ്: ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ഓഫ് 1960 വിൽ ബി ഹെൽഡ് ഇൻ അബയൻസ് with immediate effect until Pakistan credibly and irrevocably abjures its support of cross-border terrorism. അതായത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നടപടി പാകിസ്ഥാൻ അവസാനിപ്പിക്കാത്ത കാലത്തോളം ഇനി ഈ സിന്ധു നദീജല കരാർ അതുവരെ ഞങ്ങൾ മരവിപ്പിക്കുന്നു എന്നാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. The integrated check post in Attari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before May 1st. അതായത് അട്ടാരിയിലെ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടിയന്തര സ്വഭാവത്തിൽ ഞങ്ങളത് അടയ്ക്കുന്നു. ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ May 1 തിരിച്ചു വരണം എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. പാകിസ്ഥാനി നാഷണൽസ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ട്രാവൽ ടു ഇന്ത്യ അണ്ടർ ദ സാർക്ക് വിസ എക്സംഷൻ സ്കീം. Visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ തങ്ങുന്ന ഈ സാർക്ക് ഉടമ്പടി പ്രകാരമുള്ള വിസ ലഭിച്ചവരുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിട്ടു പോകണം എന്നുള്ളതാണ് ഇപ്പോൾ CCS അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എടുത്തിട്ടുള്ള തീരുമാനം. മറ്റുള്ളവർ, അതായത് നേരത്തെ വിസ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി തന്നെ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. ദ ഡിഫൻസ്, മിലിറ്ററി, നേവൽ ആൻഡ് എയർ advisors in the Pakistan High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy, air advisors from the Indian High Commission in Islamabad. These posts in the respective high commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both the high commissions. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രതിരോധ അറ്റാഷമാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നിന്നും പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള ഇസ്ലാമാബാദിലുള്ള ഹൈ കമ്മീഷൻ. ഡൽഹിയിലെ പാകിസ്ഥാൻ മടങ്ങിയെത്താൻ നമുക്ക് ഈ